മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ KPCC പ്രസിഡന്റ് വടകരക്കാരൻ തന്നെയാണ്. അദ്ദേഹം ഷാഫിയെ സന്ദർശിച്ചതിന് ശേഷം, ആശുപത്രിയിൽ സന്ദർശിച്ചതിന് ശേഷം നടത്തിയ പ്രതികരണത്തിലേക്ക് സാധിക്കില്ല. ഇതിനെ ശക്തിയായ ഭാഷയിൽ തന്നെ ഞങ്ങൾ അപലപിക്കുകയാണ്. അതിശക്തമായ പ്രക്ഷോഭം ഇതിനെതിരെ കൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ അശേഷം സംശയമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ തന്നെ വളരെ ബോധപൂർവമായിട്ടാണ് ഇന്നലെ അക്രമം നടത്തിയിരിക്കുന്നത്. ഒറ്റപ്പെട്ടതായിട്ട് കാണാൻ സാധ്യമല്ല എന്ന് പറയാനുള്ള കാരണം, അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ആജ്ഞാനുവർത്തികളെ പോലെ പ്രവർത്തിക്കുന്ന പോലീസിനെയാണ് ഇന്നലെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. എത്രയേറെ നാണം കെട്ട രൂപത്തിലാണ് പോലീസ് തല പെരുമാറിയത്. ഇംതിയാസ് കരീം കൂടി വിവരങ്ങളുമായി. ഇംതിയാസ്, സ്വാഭാവികമായും സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം UDF ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പേരാമ്പ്രയിൽ ഇപ്പോൾ സാഹചര്യങ്ങൾ എങ്ങനെയുണ്ട്? പേരാമ്പ്ര CKG കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ട് സംഘർഷഭരിതമാണ്. ഇന്നലെ നേർക്കുനേർ CPM UDF പ്രവർത്തകർ ഏറ്റുമുട്ടുന്നത് കണ്ടു. ഇന്ന് എന്താണ് സാഹചര്യം, എന്താണ് അവസ്ഥ? അഭിലാഷ്, ഇന്നലെ അർദ്ധരാത്രി വരെ തുടർന്ന UDF പ്രതിഷേധം, കോൺഗ്രസ് പ്രതിഷേധം, അതിന്റെ അലയൊലികൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. സംസ്ഥാന വ്യാപകമായി അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇന്നലെ രാത്രിയിലാണെങ്കിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ UDF പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധിച്ചു. ഇന്നലെ കമ്മീഷണർ ഓഫീസിലേക്ക് UDF ആ രീതിയിൽ കോഴിക്കോട്ട് നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതാണ്. എന്നാൽ ഇന്ന് രാവിലെ പേരാമ്പ്ര കുറെ കൂടെ ശാന്തമാണ്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം അവിടെ കുറെ കൂടെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ഇംതിയാസ്,